ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് സബോള ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 3 മീഡിയം സൈസ് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. ഇനി അതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അരമുറി തക്കാളി കട്ട് ചെയ്തതൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ കൂടുതൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ കൂടുതൽ പുളി ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം ഞാൻ അരമുറിയുള്ളൂ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 4 മിനിറ്റ് അടച്ചു വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വെക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പോണ വരക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമണം എല്ലാം നല്ലപോലെ ഒന്ന് പോയി. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയിലയൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയൂടെ ചേർക്കാം. ഇത് എരിവിന് ഒന്ന് ബാലൻസ് ആയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തിയത്. പഞ്ചസാര ചേർത്തിയ ഈ റോസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് ആവും. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ മസാല ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഭയങ്കര ഡ്രൈ ആവണ്ട വെച്ചിട്ടാണ്. ഇപ്പം എല്ലാം നല്ലപോലെ ഒന്ന് ലൂസായിട്ട് കിട്ടി. ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 4 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തത്. അതൊന്ന് എല്ലാ ഭാഗത്തൊന്ന് വരഞ്ഞെടുത്തു. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി മസാല എല്ലാം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല എല്ലാം നല്ലപോലെ പിടിക്കും. കുറച്ച് മല്ലിയിലയൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.